അതൊരു ഗസലായിട്ട് പാടുന്നൊരു പാട്ടെടുത്ത് നേരെ സ്പീഡ് കൂട്ടിയിട്ട് നേരെ അതിനൊരു റീമിക്സ് ഐറ്റത്തിൽ മാറ്റി അടിച്ചങ്ങ് കയറ്റി ഒരു കൊമ്പുമ്പോ പിടിച്ച് നിർത്തി കെട്ടി അതിൻ്റെ അറ്റത്ത് സണ്ണി ലിയോണെ തൂക്കിയിട്ടു. പാവം സിത്ത് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിഗംഭീര സിംഗറാണ് സിത്ത്. നല്ല ഷോർട്സ്. ജോമോണ്ടി ജോൺ അതിഗംഭീരമായിട്ട് എൻ്റെ കളറിങ് വെച്ച് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ടു ഗുഡ്, നമുക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുന്നൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രണയ നൈരാശ്യം മൂഡ് അതിൽ ശരിക്കും വർക്കായി. ആ വരികളിലും അത് വന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ ടോപ്പ് എന്നൊരു എണീക്കുന്നുണ്ട്. അവിടെ മുണ്ട് ഒരു വലി വലിക്കുന്നുണ്ട്. അവിടെയാണ് പവർ വരുന്നത്. അങ്ങനത്തെ കട്ടിങ്സ്, അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പ്. അതുകൊണ്ട് നമുക്ക് സൗണ്ട് കൊണ്ട് അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെ തന്നെ ടിങ് ടിങ് 2 നോട്ട് വെച്ചിട്ട് തന്നെ ആളെ പേടിപ്പിക്കാൻ പറ്റി. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ജോൺസൺ മാഷിൻ്റെ ടിങ് 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 ടിങ്. അതിലെന്ത് ബഹളം ഉണ്ടാക്കിയത്. അമ്മിട്ട പൊട്ടി മേപ്പെട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി ഇപ്പോട്ടാ വന്നു എന്തുണ്ടാക്കടാവേ എന്തുട്ടത് ഞാൻ തന്നെ എഴുതി. പഠിക്കോ പെർഫെക്റ്റ്. ഇപ്പൊ പാടിയത് കുടുംബുഞ്ഞോല വിഷം എന്ന് പറഞ്ഞ പടത്തില് ബാസി പാടാൻ പോകുന്ന പാട്ടിന്റെ ട്യൂണാണ് നിങ്ങളിപ്പോ പാടിയത്. അതുപൊളി. ഇന്ന് നിന്റെ മൊയ്തീനില് എന്നിലെ എല്ലിലാൻ പടച്ച പെണ്ണെ എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ കിതാബിലെ പെണ്ണെ നമ്മളിത് ഏറ്റുപാടി. പക്ഷെ അതിന് തൊട്ട് മുമ്പിൽ ഈ സ്വരങ്ങൾ വരുമ്പോ തന്നെ സാമഗാമ നമുക്കിപ്പോ അത് കേൾക്കാതെ പറ്റില്ല. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പലവട്ടം ഇത് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കില്ല. അങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. BGM ചെയ്തത് ഗോപിച്ചേട്ടൻ. ഞാൻ BGM മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ എൻ്റെ എല്ലാം പഠിച്ചോണ്ട് ഇത് രണ്ടോ ഞാൻ ചെയ്തു. പാട്ടുകൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം MJ ചെയ്തതും രമേശ് നാരായണൻ സാർ ചെയ്തതും ഒക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ BGM-ഉം അതിനെ ഉയർത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. വരി എഴുതിയിട്ടുണ്ടോ അതിൽ? മക്ബൂൽ പാടിയ ആൾ തന്നെ എൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അതെ 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 അതെ. ആ ഫസ്റ്റില്ലേ, ആ ഫസ്റ്റ് സാധനം എങ്ങനെയാണ് അങ്ങനെ പരുവപ്പെട്ട് വന്നത്? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ആ പടത്തിൽ എനിക്ക് മ്യൂസിക് ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്. ഇങ്ങനെ നല്ല മൂവ്മെൻറ്റ്, നല്ല ഷോർട്സ്. ജോമോണ്ടി ജോൺ അതിഗംഭീരമായിട്ട് എൻ്റെ കളറിങ് വെച്ച് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഓരോ സീൻ കാണുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആവും. ടു ഗുഡ്, നമുക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുന്നൊരു എക്സൈറ്റ്മെന്റ്. ആ കുട്ടി പുറത്തിറങ്ങി. ചില സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇത് ഓരോ ഷോട്ട് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊളിക്കാം തോന്നൂലേ, അങ്ങനെ ഒരു സാധനമുണ്ട്. അങ്ങനെ തോന്നിയ സിനിമയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തതാണ്. അത് തീമായിരുന്നു, ഒരു ലവ് തീമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ലവ് തീം ഇങ്ങനെ ചെയ്തു വരികയാണ്. പല ലവ് തീം ആ സീക്വൻസിൽ സാക്സഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ സ്ഥലം എത്തുമ്പോൾ ഒരു പാട്ട് വരുന്നുണ്ട്. ദാസേട്ടൻ പാടിയ ഒരു പാട്ട് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. ആ പാട്ട് ഓൾറെഡി അവിടെ ഉണ്ട് ഒരു പാട്ട്. പെട്ടെന്ന് പൃഥ്വിരാജ് എന്നെ വിളിക്കുകയാണ് ഫോണിൽ. ഗോപി, ആ പാട്ട് ശ്രദ്ധിച്ചായിരുന്നോ? ആ ഒരു പാട്ടുണ്ട്. ആ പാട്ട് അവിടെ വർക്കാവുന്നില്ല. നമ്മൾ ദാസേട്ടൻ പാടിയ പാട്ടാണ്, ഇന്ന മ്യൂസിക് ഡയറക്ടർ ചെയ്തതാണ്. അല്ല ആ പാട്ട് വേണ്ട, അതിന് പകരം നമുക്ക് അവിടെ ഒരു വേറൊരു പാട്ട് വരണം. ഓക്കെ, ഞാൻ ടെക്നീഷ്യൻ ആണല്ലോ, മ്യൂസിഷ്യൻ ടെക്നീഷ്യൻ. അപ്പോൾ ആ പടത്തിൽ ആ സമയത്ത് ആ പാട്ട് ഭയങ്കര സ്പീഡ് വൈസ് ഡ്രോപ്പ്, നല്ല പാട്ടാണ് പക്ഷേ സ്പീഡ് വൈസ് കുറച്ച് ഡ്രോപ്പാണ്. നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ടെമ്പോ ആയിട്ട് മാച്ച് ചെയ്യുന്നു. അപ്പോൾ അത്ര നേരം വായിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പീസ് എന്ന് പറഞ്ഞത് പാട്ട് വേണമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഉടനെ എന്നാൽ അതിൻ്റെ കമ്പോസിഷൻ അടുത്ത് തൊട്ടടുത്ത് വേറെ ഹമ്മിങ് പാടാൻ വേണ്ടി മക്ബൂൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു പ്രണയ നൈരാശ്യത്തിൽ ഇരിക്കുന്ന ആളായിരുന്നു. അവൾ എന്നെ ചതിച്ചിട്ട് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായിട്ടിരിക്കുക. അപ്പോൾ ചോദിച്ചോട്ട് വിളിച്ചോണ്ട് ഞാൻ വന്നാൽ എനിക്ക് ചുമ്മാ സത്യം പറയുമ്പോൾ ഉടനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ചായ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും എഴുതി വെക്കുമോ ചുമ്മാ എന്ന് കുറിച്ച്. എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നി. അദ്ദേഹം ഒരു ലിറിസിസ്റ്റ് ഒന്നുമല്ല, പുള്ളി വെറുതെ ഇരിക്കുക. പുള്ളിക്കാരൻ ഇപ്പോൾ
പുള്ളിക്കാരൻ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ഉം, ആളാണ് ഉം. പുള്ളി. അപ്പോൾ ഞാൻ ട്യൂൺ കൊടുത്തു, അതങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളി ചുമ്മാ ഡമ്മി എന്തെങ്കിലും എഴുതി തരാൻ പറഞ്ഞിട്ട് കൊടുത്ത. ആ ഡമ്മി എഴുതി തന്നാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നിൽ എന്നിൽ പടച്ചവൻ. അത് ഞാൻ അദ്ദേഹത്തിന് കൊണ്ട് തന്നെ പാടിക്കുകയും ചെയ്തു. മ്യൂസിക്കലി സായും പായും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിഷ്യൻ ആലോചിക്കുമ്പോൾ പാ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തുടങ്ങുക. ഞാനത് പഞ്ചമം ഷഡ്ജമാക്കിയിട്ടാണ് പാടിയിരിക്കുന്നത്. ഒരുപാട് എന്നോട് ഈ ഡൗട്ട് വെച്ചിട്ടുണ്ട്, സ്വരം മാറ്റി പാടിയത്. എനിക്ക് സ്വരം സൗണ്ടിങ് അതായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പഞ്ചമം ഷഡ്ജമാക്കി പാടിയതാണ്. സോ അത് ഇതിലൂടെ അറിയിച്ചു കൊള്ളുന്നു. അയാൾ നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായി പാടുകയും ചെയ്തു. മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രണയ നൈരാശ്യം മൂടത് ശരിക്കും വർക്കായി. ആ വരികളിലും അത് വന്നു. ഈ വരികൾ ഓക്കെ ആണോ എന്ന് പോലും ഞാൻ അന്വേഷിക്കുന്നില്ല അത് ചെയ്യുന്ന സമയത്ത്. 5 മിനിറ്റിലാണ് പാട്ടുണ്ടാകുന്നത്. അന്ന് വൈകിട്ട് 5 മണിക്ക് ഞാനത് ചാടിച്ചുകൊണ്ടിരുമ്പോൾ കമ്പോസ് ചെയ്ത പാട്ട് ഔട്ട് ഇറക്കുന്നത് 8:30 മണിക്കാണ്. 3 മണിക്കൂർ. ഈ പ്രണനൈരാശ്യത്തിന് വേറൊരു രീതിയിൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ തേച്ചില്ല പെണ്ണെ തേച്ചില്ല പെണ്ണെ തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ എന്ന് പറയുന്നത് അത് ശരിക്കും വേറൊരു സാധനമാണ്. അത് ഹരി എഴുതിയതിന് ഞാൻ കമ്പോസ് ചെയ്ത. ഹരി എനിക്ക് ഫുൾ പാട്ടങ്ങ് എഴുതി തന്നു. ഹരി ഞാൻ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് അറിയാലോ. എന്നാ പിടിച്ചോന്നുകൊണ്ട് ഞാൻ കമ്പോസ് ചെയ്തു. അതാണ് ആ പാട്ട്. അത് പെട്ടെന്ന് തീരുന്നതല്ലേ? പുള്ളി എനിക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇട്ടല്ല ഞാൻ കമ്പോസ് ചെയ്യും. മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ എന്ത് ഇട്ടാലും ഞാൻ കമ്പോസ് ചെയ്യും. അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പണ്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡയലോഗ് കമേഴ്ഷ്യലൊക്കെ ഇപ്പോൾ ഡയലോഗിൽ ചില പോർഷൻസ് നമുക്ക് മ്യൂസിക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ആ ഡയലോഗ് നമുക്ക് മാറ്റിയിട്ട് അവിടെ നമുക്ക് 4 വരി ഈ ഡയലോഗ് തന്നെ നമുക്ക് മ്യൂസിക് ആക്കിയാലോ എന്നുകൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ശീലിച്ചിട്ട് എന്ത് വരി കിട്ടിയാലും അപ്പം തന്നെ പാട്ടാക്കും. തേച്ചിലെ പെണ്ണെ എന്ന പാട്ട് കിട്ടിയപ്പോൾ അപ്പം തന്നെ ഞാൻ പാടിക്കൊടുത്തു. തേച്ചിലെ തന്നെ തേച്ചിലെ പെണ്ണെ തേപ്പ് വെട്ടി പോലെ വന്നിട്ടെന്നെ തേച്ചിട്ട് പോയില്ലേ പെണ്ണെ തേച്ചിട്ട് പോയില്ലേ പെണ്ണെ ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വടിയായില്ലേ പെരുവഴിയായില്ലേ. നമ്മൾ പുലിമുരുകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഇപ്പോൾ മുരുക പുലിമുരുക അസാനമാണ് ഇട്ട് ഇങ്ങനെ അടിച്ചൊക്കെ പെരുക്കി കയറ്റി വെച്ചേക്കുക. നമ്മൾ ഇന്നത്തെ പെരുക്കലെന്ന് പറയില്ലേ, ഭീഷ്മയ്ക്ക് ശേഷം നമ്മൾ സുഷിൻ കുറിച്ച് പറയുന്നത് മാതിരി അന്നത് തിയേറ്ററിലിട്ട് പെരുക്കി എടുത്തേക്കുക. അപ്പം ചില സ്ഥലങ്ങളിൽ അത് ലൂപ്പ് അടിച്ചതുപോലെ രണ്ടാമതൊക്കെ വരുന്നുണ്ട്. പക്ഷെ തിയേറ്റർ ഇങ്ങനെ അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മൾ ഇന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ആ സിനിമയിൽ വലുതായിട്ടൊന്നും കാണില്ല നമുക്ക്. പക്ഷെ അന്ന് അത് തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് തിയേറ്റർ മൂവിയാണ്. അതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. ലാലേട്ടന്റെ പ്രസൻസ്, ലാലേട്ടൻ മീശ പിരിക്കുന്നു, പടക്കി കുത്തുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലുള്ള ആ കൊച്ചുകുട്ടി ഉണർന്നു. നമ്മൾ ആ പർട്ടിക്കുലർ മാസ് ഫോർമാറ്റിലോട്ട് എത്തുന്നു. അപ്പോൾ ഞാൻ ചെയ്ത സിനിമകളെല്ലാം ഒന്ന് നോക്കിക്കോളൂ. അതായത് ഇപ്പം എന്നെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ എന്നും അതാണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എൻ്റെ കരിയറിൽ. ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് ചെയ്യുന്നു, പുലിമുരുകൻ ചെയ്യുന്നു, ദിലീപ് ഏട്ടൻ്റെ റിംഗ് മാസ്റ്റർ ചെയ്യുന്നു, ഹോൾഡർ ചെയ്യുന്നു പറഞ്ഞിരുന്നു. എല്ലാം വ്യത്യസ്തമായ പടങ്ങൾ. അതെനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടരുന്നത് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. പുലിമുരുകനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടികളെ പോലെ സിനിമ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ പുലിമുരുകൻ കാണുന്നത്. പുലിമുരുകൻ ലാലേട്ടൻ വന്ന് ഞാൻ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ കുഞ്ഞിലോട്ട് ലാലേട്ടൻ്റെ ഫാനാണ്, മമ്മൂക്കയുടെ ഫാനാണ്. എൻ്റെ അച്ഛന് സിനിമ തിയേറ്ററായിരുന്നു ബിസിനസ്. ഒട്ടുമിക്ക മലയാള സിനിമകളുടെ എല്ലാം ഞാൻ അവിടെ നിന്ന് തന്നെ എല്ലാം കണ്ട് പഠിക്കലായിരുന്നു. എൻ്റെ പരിപാടി കുഞ്ഞിലോട്ട് സ്കൂളിലൊന്നും പോകത്തില്ല, തിയേറ്ററിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം. അങ്ങനെ ഒരു ഭാര്യയുണ്ട്. കുഞ്ഞിലോട്ട് തന്നെ സിനിമ ഒരു ബ്ലഡിൽ ഊറി കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ഞാൻ കുഞ്ഞിലിരുന്ന് കാണുമ്പോൾ ഇങ്ങനെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കുട്ടിയായി ഞാൻ എന്തായിരിക്കും ആഗ്രഹിക്കുക? അതേ ആര് ചെയ്തിട്ടുള്ളൂ. അപ്പം പവർ പാക്ക് അടിക്കണം, തിയേറ്റർ ആഘോഷമാണ്. ആഘോഷങ്ങൾക്ക് കേരളത്തിന് ചെണ്ട വേണം. അപ്പം ചെണ്ടയും ലാലേട്ടനും മതി. അതവിടെ കണ്ടു. അത് തിയേറ്റർ ഒന്നാമത്തെ ദിവസം കിട്ടിയോളൊന്നും ഇപ്പോൾ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. അതൊരു വലിയ സന്തോഷമാണ്. അത് ഇന്നും എന്താ പറയുക, അത് കണ്ടിറങ്ങുന്ന സമയത്ത് ഇപ്പോഴും വൈശാഖിൻ്റെ അത് കണ്ടിറങ്ങുന്ന വൈശാഖ് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ പടം കണ്ടിറങ്ങുമ്പോൾ. ഇപ്പോൾ ലാലേട്ടനെ ഒരു പട്ടീനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരുത്തുന്നുണ്ട്. ഒരു ഫൺ സീൻ പറയും. പട്ടീനെ വിളിച്ചിരുത്തുന്നുണ്ട്. പട്ടീനെ വിളിച്ചിട്ട് ഒരു ഫൺ ടൈപ്പ് മ്യൂസിക് വരുന്നുണ്ട്. അതിനുശേഷം ആ സമയത്ത് ഒരാൾ ലാലേട്ടൻ്റെ മുതുകത്തിട്ടൊരു വടി കൊണ്ട് അടിക്കുന്നുണ്ട്. പാട്ടിയൊക്കെ പൊട്ടിത്തെറിച്ച് പോകുന്നു. നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ അടിക്കുന്ന അടിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ മ്യൂസിക് ബിൽഡപ്പ് ചെയ്യാം. അവിടെ ഒന്നും ചെയ്തില്ല. അവിടെ നമ്മൾ സൈലൻസ് ഒക്കെ ഇരിക്കുന്നു. ഒരു ഡ്രോൺ മാത്രം ഇങ്ങനെ ഉണ്ടാവും. ഒരു ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു സബ് ബേസ് മാത്രം ഉണ്ടാവും.
അവിടെ നിന്ന് സബ് ബേസ് മാത്രം കൊടുക്കാം. കുറച്ച് നേരം ഉണ്ടായിരിപ്പ്, ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുള്ളി, അടുത്ത് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ആ സൈലൻസ് കൊടുക്കുന്നിടത്താണ് അടുത്തത് എന്തെന്നുള്ളൊരു ചിന്ത വരത്തുള്ളൂ. ആളിങ്ങനെ ഇയാളെങ്ങനെ ഒരു അടി കിട്ടി, അടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ തലയുള്ള പൊളിക്കണ പോലെയുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മ്യൂസിക് ഒന്ന് ചേട്ട് കയറാം, അവിടെ സൈലൻസ് ഇടാം. അത് കഴിഞ്ഞ് ലാലേട്ടൻ ഠുപ്പ് എന്നൊരു എണീക്കുന്നുണ്ട്, അവിടെ മുണ്ട് ഒരു വലി വലിക്കുന്നുണ്ട്, മുരുക, അവിടെയാണ് പവർ വരുന്നത്. അതിന് വരെ അടിച്ചു കെട്ടി ലാലേട്ടൻ ഇങ്ങനെ നോക്കുന്ന സ്ഥലത്ത് നമ്മൾ മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ ആ പവറൊക്കെ പോകും എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കാലിറ്റിയാണ്. അപ്പോൾ ആ ടെക്നിക്കാലിറ്റി നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. നമ്മളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ കിട്ടിയിരിക്കും. നമ്മൾ എത്രത്തോളം നല്ല ടെക്നീഷ്യൻ ആയിരിക്കും അത്ര നമ്മളുടെ ടെൻഷനും കുറയും. ഈ പറയുന്ന മുരുകൻ തന്നെ വരണം. അപ്പൊ മുരുക നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ കിട്ടണം. അപ്പോൾ ചിലപ്പോൾ അപ്പൊ തന്നെ മൈക്കിലെടുത്ത് റെക്കോർഡ് ചെയ്തങ്ങ് വെക്കുകയാണോ, അങ്ങനെ ചെയ്ത് ചെയ്തങ്ങ് പോവാം. അപ്പം തന്നെ ഞാനത് ചെയ്ത ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റിലാണ്, ഒരു കുഞ്ഞൊരു അപ്പാർട്ട്മെന്റിലായിരുന്നു ഞാനും വൈശാഖും കൂടി. കുഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കൊരു കുഞ്ഞു അപ്പാർട്ട്മെന്റ്. അവിടെ ഒരു വയസ്സായ സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ദോശയൊക്കെ ചുട്ട് തരും. ഞാനും വൈശാഖും അവിടെ കുറച്ച് അസിസ്റ്റൻസ് ഒക്കെ ഇരിക്കുന്നത് ഒരു കുഞ്ഞു മുറിയിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ മുരുക ആ പടം മുഴുവൻ ഞാൻ പ്രോഗ്രാമിങ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ കൊട്ടി ആഘോഷിക്കുകയും ഞങ്ങൾ തന്നെ ആഹ്ലാദിക്കുകയും ഞങ്ങൾ തന്നെ ഈ സീൻ ഓരോന്ന് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ തട്ടി ആസ്വദിക്കുകയും. എൻ്റെ തൊടയിൽ ഇപ്പോൾ ഓർമ്മ ഇങ്ങനെ തട്ടി തൊട വേദനിക്കുന്നു, വൈശാഖ് ഇങ്ങനെ അടിക്കും, കൂട്ടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര എനർജി. അപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന എക്സ്പീരിയൻസ് ഞങ്ങൾ ആ കുഞ്ഞു മുറിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആഘോഷിച്ചിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ ആ സിനിമ തിയേറ്ററിലെ പടം കണ്ടു ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുകൊണ്ട്. നമുക്ക് ഈ ശബ്ദത്തിനെ അവിടെ എത്തിക്കുമ്പോൾ തിയേറ്റർ അത് ഉൾക്കൊള്ളുക എന്നുള്ളത്, നമ്മുടെ തിയേറ്ററിന്റെ ഒരു ഫെസിലിറ്റീസ് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത് കോൺഷ്യസ്നെസ് ഉണ്ടാവും. അപ്പൊ ചില ശബ്ദങ്ങൾ അവിടെ കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിരാശ ഉണ്ടാവുമെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കില്ലേ? കേൾക്കാതിരിക്കുന്നത് തിയേറ്ററിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. ഓരോ തിയേറ്ററിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഫോർ ഓൾ ദ പ്രോഡക്ട്സ്. ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ അതേ ഡെസിബിൾ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞാൻ ഇവിടുന്ന് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബേസിക് മെത്തേഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ബൂസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് തപസ് നായിക് എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറാണ് അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് മിക്സിംഗ് തിയേറ്ററിൽ ഫൈനൽ അറ്റ്മോസ് അല്ലെങ്കിൽ സൗണ്ട് മിക്സ് ചെയ്യുന്ന എഞ്ചിനീയറാണ്. അതിന് എത്രത്തോളം സബ് ബേസ് ബോട്ടം എത്ര ഉപയോഗിക്കാം, അതിൻ്റെ മീറ്റർ അനുസരിച്ചാണ് എത്രത്തോളം ഡെസിബിൾ അതിന് താഴത്തോട്ട് പോകാം, മുകളിലോട്ട് പോകാം, മിഡ് റേഞ്ച് എത്ര ഉണ്ടായിരിക്കാം, ഡയലോഗ് എങ്ങനെ കേൾപ്പിക്കാം എന്നുള്ളൊരു ടോട്ടൽ സൗണ്ട് ഡിസൈനിങ്ങിലോട്ട് വരുന്നത് ആ ഒരു സമയത്താണ്. പക്ഷെ നമ്മൾ മ്യൂസിക്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ പവർ പാക്ഡ് ഓപ്പൺ സാധനമാണ് കൊടുക്കുന്നത്. തിയേറ്ററിൽ നമ്മൾ അവിടെ മിക്സിംഗ് തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് ഇതിന് എത്രത്തോളം ബൂസ്റ്റ് ചെയ്യണം, എത്രത്തോളം താഴത്തോട്ട് പോകണം, എത്രത്തോളം ആൾക്ക് സൗണ്ട് കേൾപ്പിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും വൈശാഖും തപസ് നായകൻ്റെ തലയിൽ കയറുന്നതാണ് മിക്സ് ചെയ്തത്. തപസ് നായക് മാൻ യുനോ ഇത്രയും ലൗഡ് ആയവരുത് തിയറിയൊക്കെ പറയും. ഞാൻ പറയും, ഞാനും വൈശാഖും അതൊക്കെ നിങ്ങളുടെ തിയറി ഞങ്ങൾ കൊണ്ടുപോയി വെച്ചാൽ മതി, ഞങ്ങളുടെ തിയേറ്ററിൽ സൗണ്ട് കേട്ട് അവൻ ബോധം പോണം എന്നുള്ള രീതിയിലാണ് അതിന് മിക്സ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് യുനോ ഗോപി, ഇത് വന്നിട്ട് ഇത് നമ്മുടെ തിയറിറ്റിക്കലി അത് അങ്ങനെ പോകുമ്പോൾ തിയറിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്സവമാണ്, പിന്നെ പൂരമാണ്, ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, ഞങ്ങളതൊക്കെ നിങ്ങളുടെ പൂരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ നടക്കില്ല എന്ന് അങ്ങനെയൊക്കെ അത് മിക്സ് ചെയ്ത് ഭയങ്കര ഫണ്ണായിരുന്നു. പൈസയോട് ചോദിച്ചാൽ പറയും. വിനയ് ശ്രീനിവാസനെ ഉപയോഗിച്ചേക്കുന്ന അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറുതൊട്ട മതിലരികിൽ കണ്ണാടിക്കാവിലെ കുറുമൊഴിയെ ഇനി ചെമ്മാനം ചോക്കുമ്പോൾ തുണ വരുമോ, ഒളി മങ്ങാത്ത ചങ്ങാത്ത ചിരി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് അതിൻ്റെ ഓരോ സ്റ്റാൻസയും ഭയങ്കര രസമായിട്ടാണ് അത് തുടക്കം പാട്ട് പാടുന്ന, ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്ന സാധനമാണ്. കണ്ണാടിക്കാവിലെ കുറുമൊഴിയേ അങ്ങനെ പോകുന്നുണ്ട്. ഇനി ചെമ്മാനം ചോക്കുമ്പോ തുണ വരുമോ, ഒളി മങ്ങാത്ത ചങ്ങാത്ത ചിരി തരുമോ, വീണ്ടും കയറ്റി പിടിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ വിനീത് എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തുന്നത്? വിനീത് ഒരു കമേഴ്ഷ്യൽ എലിമെന്റ് ആയിട്ട് വന്നതാണ്. അത് വിനീത് അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടറിന്റെ ഒരു ആഗ്രഹം അത് വിനീതിന് ഒരു പാട്ട് എന്തായാലും വേണം ഈ പടത്തിൽ എന്ന് പറഞ്ഞു. വിനീത് എന്നിട്ട് പാടുമല്ലോ, വിനീത് സിംഗറും കൂടിയാണ്. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജി തോന്നണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡയറക്ടർക്ക്. ചുമ്മാ ഒരു ന്യൂ ട്രെൻഡി സോങ് അല്ല, കുറച്ച് ഒരു പഴമ തോന്നിക്കുന്ന ഒരു പാട്ട്. ഈ മറ്റേ ഒരു ക്ലിഷേ സാധനം എന്ന് പറയില്ലേ, അയ്യോ എന്ത് പറയണത്, എനിക്കത് കമ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ വികാരം ഇതാണ്. ഒരു ക്ലിഷേ ട്യൂൺ എനിക്ക് ഇഷ്ടമായില്ല
എന്നുള്ളൊരു മൂഡിലാണ് ഉം. ഇരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഓരോ ചോയ്സ് ഉണ്ടല്ലോ. ഉം. ഒരു കമ്പോസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പാട്ടെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളന്നില്ല. നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല അഭിപ്രായം, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഞാൻ കമ്പോസിഷൻ ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഒരു നൊസ്റ്റാൾജിയ തോന്നണം, കുറച്ച് പഴയ പാട്ടൊക്കെ കേൾക്കൂലേ, ഇടയ്ക്ക് ഇങ്ങനെ ഹൈ പിച്ചൊക്കെ പോയി ഇങ്ങനെ താഴ്ത്തോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നൊരു പാട്ട് എന്നുള്ള രീതി. അപ്പം ഞാൻ എനിക്ക് എങ്ങനെയാണോ എന്നോട് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ മൾട്ടി ക്വസ്റ്റ്യൻ പോലെ അതെ, എന്തും കിട്ടും, എന്തും കിട്ടും. എൻ്റെ അടുത്ത് കൊളാബും കിട്ടും. എന്ത് വേണമെങ്കിൽ ചെയ്യും, പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് അതാണോ വേണ്ടത്, എന്നാൽ ഇങ്ങനെ ഒരു സാധനം പിടി, ഇത് കൊള്ളാം, നല്ല രസം. അപ്പം ഇയാളുടെ ടേസ്റ്റ് ഇതാണല്ലേ, എന്നാൽ ശരി, എന്നാൽ പിന്നെ ഇതിൻ്റെ മാക്സിമം കൊടുത്തേക്കാം. അതുകൊണ്ട് ഞാൻ തമാശ രൂപത്തിലാണ് കമ്പോസ് ചെയ്യുന്നത്, സീരിയസ് ആയിട്ടല്ല. ഒറ്റയടിക്ക് പാടി കൊടുത്ത പാട്ടാണ്. പക്ഷെ വരികൾ കഴിഞ്ഞപ്പം അതൊക്കെ ഞാൻ ആ പാട്ട് സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് വരികളുടെ ഒരു. അതെ, അത് ഹരി എഴുതുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് ഹരിയായിട്ട് വർക്ക് ചെയ്യാൻ. കാരണം ഞാൻ ആരെയും കോമ്പറ്റീഷനാണ് ഇവിടെ കമ്പോസ് ചെയ്യുന്ന സമയത്ത്. 2 പ്രാവശ്യം അപ്പോൾ ഹരി എഴുതുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ ഹരി എഴുതിയിട്ട് ഞാൻ കമ്പോസ് ചെയ്യണോ, അതോ ഞാൻ പോയിക്കോട്ടെ മുമ്പോട്ട്? അപ്പോൾ ഹരി പറയും കോച്ചിട്ട് പോയിക്കോ. അപ്പോൾ ഇത് ഇങ്ങനെ പോകേണ്ട കുഴപ്പമില്ല. അപ്പോൾ ഹരി പറയും കുഴപ്പമില്ല പോയിക്കോ. ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുക പുള്ളി, ഞാൻ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ തന്നെ പുള്ളി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് തീർന്നില്ല, അത് ഒരു പ്രാവശ്യം കൊണ്ട് വെറ്റാൻ പറ്റുമോ? അതിനെന്താ ഒരു പ്രാവശ്യം കൂടെ വെച്ചോ, ഇങ്ങനെ എഴുതുന്നേ. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രസമാണ്. ചില എഴുത്തുകാർ അവർ ട്യൂൺ കൊണ്ടുപോയി എഴുതി 2-3 ദിവസമൊക്കെ വർക്ക് ചെയ്ത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഹരി ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഞാൻ അങ്ങനെ എഴുതുന്നത് ഗിരീഷനെ കണ്ടിട്ടുള്ളൂ. ഗിരീഷ് 55 ലെജൻഡ്, കൺമുന്നേ നമുക്ക് കാണാൻ പറ്റുന്ന ലെജൻഡ്. അങ്ങനെ ഒരു ലെജൻഡ് പോലെ തോന്നുന്നു എനിക്ക് ഹരി എഴുതുമ്പോൾ. ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഹരി എഴുതുന്നതും തീർക്കും നമ്മൾ അറിയില്ല. ഞാൻ ട്യൂൺ ഉണ്ടാക്കുന്ന അതേ സ്പീഡിൽ തന്നെ അദ്ദേഹം എഴുതുകയും ചെയ്യും. ഭൂതകാലം ചെയ്യുന്ന സമയത്ത് അത് വേറൊരു അപ്രോച്ചാണ്. അത് ആധുനിക കാലഘട്ടത്തിലെ ഹൊറർ സിനിമയാണ്. എൻ്റെ ജീവിതത്തിൽ ഏക ഒരു ഹൊറർ സിനിമ. ഞാൻ വേറൊരു ഹൊറർ ചെയ്തിട്ടില്ല. ഞാൻ നോക്കിയാൽ ഞാൻ ഒരു ഹൊറർ പടം ചെയ്തിട്ടില്ല. പല സിനിമകളും ഹൊറർ ആയിട്ടുണ്ട്, പക്ഷേ റിലീസ് ആയതിനു ശേഷം ഹൊറർ ആവും. പക്ഷെ ഇത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത ഹൊറർ സിനിമയാണ്. അതൊരു സൈക്കോ ത്രില്ലർ കൂടെയാണ് ഒരർത്ഥത്തിൽ. അപ്പം അതിന് പറ്റുന്ന ചില സാധനങ്ങളൊന്നും നമ്മളെ തോന്നിപ്പിക്കണം. അതാണ് നിങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു ജോണറിലൊരു മ്യൂസിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നമ്മൾ വ്യാഖ്യാനിച്ചു വരുമ്പോൾ അത് കണ്ട ആ മാനസികാവസ്ഥയാണ് ആ മ്യൂസിക്കിലൂടെ ചെയ്യാൻ ശ്രമിച്ചതെന്ന് നമ്മൾ പറയും. നമ്മളെ കൊണ്ട് അത് തോന്നിപ്പിക്കും. അത്രയ്ക്കും ബുദ്ധിയുണ്ടോ? ആർക്ക്? എനിക്കോ? ഒരു ബുദ്ധിയല്ല, ഫീലിംഗ് ആണ് ആവശ്യം. കലാകാരന് ബുദ്ധി കൂടിയിട്ട് കാര്യം. ബുദ്ധിയുള്ള കാര്യം വല്ലതും ചെയ്തിട്ട് റോക്കറ്റോ എന്തൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഇമോഷൻസ് ആണ്. ഇമോഷൻസ് നമുക്ക് ഹുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിൻ്റെ ആയിട്ട് കാര്യമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് കാര്യം? ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ. അതിലൊരു അമ്മയ്ക്കും ഒരു മകനും സാധാരണ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ ഡിസ്റ്റർബൻസ് എന്താണ്, എനിക്ക് മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്തുകൊണ്ടുണ്ടാകും എന്നുള്ളതൊക്കെ വരുമ്പം ഞാൻ ഇങ്ങനെയുള്ള ഓരോ സിനിമകൾ, ഇപ്പം അങ്ങനെ ചില സിനിമകളുണ്ട് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് അവരുടെ മാനസികാവസ്ഥയിലുള്ള അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നു. ചുമ്മാ വെറുതെ സ്വരം വെച്ചിട്ട് കമ്പോസ് ചെയ്യുന്ന മ്യൂസിക് കമ്പോസർ, ഞാൻ ടെക്നീഷ്യൻ ടു ഒരു ഫിലിം മേക്കറും കൂടിയാണ് ഞാൻ. അപ്പം ഞാനത് എന്തർത്ഥത്തിലാണ് അത് ഉദ്ദേശിച്ചത് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള അവർ ചെയ്ത വികാരം. ഒരാൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ പേന ആ വൈറ്റ് പേപ്പറിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ സംഗീതം ചെയ്യുന്നത്. എൻ്റെ ഒരു സിറ്റുവേഷൻ കിട്ടി, ഇതിങ്ങനെ ഒരു മൂഡ് പിടിച്ചേക്കാം, അങ്ങനെ ഒരു മ്യൂസീഷ്യനല്ല, ഞാനൊരു ടെക്നീഷ്യൻ കൂടിയാണ്. അപ്പോൾ ആ എഴുതുന്ന ആളുടെ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പിന്നിലുള്ള വികാരങ്ങൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് ഒരുപാട് സിനിമകൾ കണ്ടിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും കിട്ടിയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം നമ്മൾ ആദ്യം. അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിലെനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ആ സിനിമ ചെയ്യുമ്പം ആ മാനസികാവസ്ഥയിലുള്ള ഒരാളുടെ ഒരവസ്ഥ, അങ്ങനെ ആരെങ്കിലും എനിക്ക് പരിചയമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളെ കണ്ടു. അയാളെ വിളിച്ചു,
അവർ സംസാരിച്ചു. അവരുടെ ഒരു പെയിൻ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പെയിൻ എന്താണ്, ഉം, ഉം, വാട്ട് ദേ ആർ മിസ്സിങ്, ആ ക്യാരക്ടേഴ്സ് എന്താണ് മിസ്സിങ്, അങ്ങനെ ഒരു ഡീപ്പർ ലെവൽ തിങ്കിങ് ഉണ്ട്. ഉം. അപ്പം അതിലുള്ള സംഗീതത്തിന് പിന്നിലുള്ള ബുദ്ധിയുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. ബുദ്ധിയുണ്ട്. ബുദ്ധിയുണ്ടെന്നുള്ളതല്ല, നമ്മളെ ഗോപിച്ചേട്ടൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. അതെ, ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പല രീതിയിലിരിക്കും. അതെ, ചില വണ്ടികൾക്കെല്ലാം നല്ല എഞ്ചിനായിരിക്കും, അതിന് ബ്രേക്ക് ഇല്ലെങ്കിൽ കാര്യമില്ല. അത് ബുദ്ധി നിർത്താനും കൂടെ നമുക്കറിയാം. അതെ, അതെ. അപ്പോൾ ബ്രേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് അങ്ങ് പോവും. ഉം, ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളത് ചെയ്യുമ്പോൾ ആ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുക. ഇപ്പം ഞാൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവി മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സാധനമായിരുന്നു. കാൽ കുഴഞ്ഞ് നെയ്തൊലർന്ന് വീണു പോകും എന്നാലും മൂന്നിടത്ത് നാമ്പെടുത്തു നിന്നിടാം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ നദിയോരം. ഈ പാട്ടുകൾ ചെയ്യാനായിട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയുടെ ആന്തരം മനസ്സിലാക്കാനായിട്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പറ്റുമോ? ഉം, ഞാനാവും. അതിനെനിക്ക് രാഷ്ട്രീയ ബുദ്ധി വേണം? ഉം, വേണ്ട. അതിൻ്റെ വികാരം അറിഞ്ഞാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, വികാരം മനസ്സിലായാൽ മതി. ഉം, ഇപ്പം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സത്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം ഒരു ആത്മഹത്യ പ്രവണതയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫുട്ബോൾ ടീമിൽ കളിക്കാൻ പോയ എക്സ്പീരിയൻസ് വേണ്ട നമുക്ക് എന്ന് പറഞ്ഞു തരുന്നത്. നമ്മുടെ ബുദ്ധി അങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചിന്തയുടെ ആ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സിമ്പിൾ നൊട്ടേഷനിലോട്ട് വരുന്നത്. സൗണ്ട് കൊണ്ടല്ല ഡിസ്റ്റർബ് ചെയ്യുന്നത്, നൊട്ടേഷൻ കൊണ്ടാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. മ്യൂസിക്കൽ നൊട്ടേഷൻ ഡിസ്റ്റർബിങ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് കണ്ടെത്തൽ. ടോൺ ഓഫ് ഇമോഷൻ, ആ നൊട്ടേഷനിലോട്ട് എത്തുക എന്നുള്ളതായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. വൺസ് അതിലോട്ട് എത്തിക്കഴിഞ്ഞപ്പം എടുക്കുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ എന്ന് പറയും സിമ്പിളായിട്ട്. ആ സ്വരങ്ങൾ നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഓർക്കസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല. എന്ന് പറയുന്നത് ഒരു നല്ല കഥയുള്ള ഒരു സിനിമയ്ക്ക് ഒരു മേക്കറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്തം വിട്ട് ത്രില്ലടിച്ച് കേട്ടിരിക്കും. അതിനൊരു മേക്കിംഗ് ആവശ്യമില്ല. അത് വെറുതെ കഥാപ്രസംഗം പോലെ കേട്ടാൽ നമ്മൾ ആസ്വദിച്ചിരുന്ന് ത്രില്ലടിക്കും, മനസ്സിലാവും. പക്ഷെ ചില സിനിമകൾ നമുക്ക് മേക്കിംഗ് കൂടി വന്നാൽ മാത്രമേ അത് വർക്കാവും. അന്ന് പറഞ്ഞ പോലെയാണ്. അത് കറക്റ്റ് നൊട്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൗണ്ടും ബഹളമൊന്നും ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അതിലൊരു തീവ്രമായ ഹൊററും സൈക്കോ ത്രില്ലറും അതിൽ ഉള്ളി കിടപ്പുണ്ട്. അതിൻ്റെ നൊട്ടേഷൻ കറക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് സൗണ്ട് കൊണ്ട് അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെ തന്നെ ടിങ് ടിങ് 2 നോട്ട് വെച്ചിട്ട് തന്നെ ആളെ പേടിപ്പിക്കാൻ പറ്റി. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ജോൺസൺ മാഷിൻ്റെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ പടം. ടിങ് 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 ടിങ്. അതിലെന്ത് ബഹളം ഉണ്ടാക്കിയത്? ഒരു മൃദംഗം. നമ്മൾ പേടിച്ച് വിറച്ചു പോയില്ലേ? ആ ജോൺസൺ മാഷ് അന്ന് നമുക്ക് തന്നിട്ടുള്ള ഒരു പാത്താണ്. അത് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും അത്ഭുതത്തോടുകൂടി കേട്ടിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തി എന്തെങ്കിലുമൊക്കെ ആയി എന്നൊക്കെ മാനുഷികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അഹങ്കാരം വരുമ്പോൾ വെറുതെ ജോൺസൺ മാഷിൻ്റെ 2 ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടാൽ മതി, നമ്മൾ തറയിലെത്തും. ചുമ്മാ ഇങ്ങനെ ടുടുടും ഒന്നും വേണ്ട. അത് ചെറുത് ആ ജോൺസൺ മാഷിൻ്റെ ഭയങ്കര രസമാണ്. തനിയാവർത്തനത്തിലൊക്കെ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുള്ളൊരു എന്തോരം പടച്ചൊക്കെയാ ഒരുപാട്. അത് അടിപൊളിയാണ്. ഈ ജിംഗിൾസ് ചെയ്യാൻ കുറച്ച് സ്പേസിനകത്താണ് നമ്മളത് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് ഹിറ്റ് ആവണം. ഹിറ്റായിക്കൊള്ളണമെന്ന് പറയും. എത്ര പ്രാവശ്യം ഒരു പ്ലേ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഹിറ്റാവുന്നത് അവരുടെ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അത് കേൾപ്പിക്കുന്നു, അതിനുള്ള സ്ലോട്ട് അവർ വാങ്ങിക്കുന്നുണ്ടോ. കൂടുതൽ സ്ലോട്ട് വാങ്ങിക്കുന്ന ആഡ്, ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആഡ്, ദണ്ഡി ഉപ്പിൻ്റെ ആഡ് വരെ ഹിറ്റാണ്. അത് നമുക്ക് ഇഷ്ടമല്ലല്ലോ, പക്ഷെ നമുക്ക് ഹിറ്റാണെന്ന് പറയാം അല്ലേ. അതെന്ന് വെച്ചാൽ ഒരുപാട് സ്ലോട്ടുകൾ അവർ ബൈ ചെയ്ത് അവർ സെല് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് കേൾക്കേണ്ടി വരുന്നു. എത്ര ഇഷ്ടപ്പെട്ട സിനിമ കണ്ടാലും അതിൻ്റെ ഇടയിൽ ഒരു ആഡ് നമ്മൾ കണ്ടല്ലേ പറ്റും. അപ്പം അങ്ങനെ കണ്ട് അത് ഹിറ്റാവുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആഡ് പറഞ്ഞ്, ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ആഡ് പറഞ്ഞു, വനമാലയുടെ ആഡ്, അതെല്ലാവരും പാടുന്നുണ്ട്, വനമാല വന്നല്ലോ എന്നു പറഞ്ഞു. അതുപോലെ ഇഷ്ടമില്ലാത്ത നമ്മൾ ഇഷ്ടമല്ലെങ്കിലും അത് കേൾപ്പിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അറിയിക്കുക എന്നുള്ളതാണ് ആഡിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അതൊരു ഇഷ്ടക്കേടൊന്നും വരുന്നില്ല. കൂടുതൽ സ്ലോട്ട് ബൈ ചെയ്യുന്നിടത്ത് നല്ലൊരു ട്യൂണും കൂടി വരുന്നിടത്താണ് അത് നമുക്ക് കൂടി സന്തോഷിക്കാവുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ അത് എത്തുന്നത്. അതാരാ ചെയ്തതെന്നും ആരും അറിയുന്നില്ല. ഒരു ചെറിയ റോഡിൽ വലിയ ഒരു ട്രാക്ടർ ഓടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരു വലിയ മൈതാനത്ത് വണ്ടി ഓടിക്കാൻ കിട്ടിയ ഫീലാണ് സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ലുക്സ് ആൻഡ് കോർണർ നന്നിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് അവതരിപ്പിക്കാൻ കഴിയും. അതൊരു എങ്ങനെ വേണോ ഇട്ടാ നമ്മൾ വർക്ക് ചെയ്യും. അത് വലിയ സുഖം. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ തെലുങ്കിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പൈസ കിട്ടും. അപ്പം അത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഗുണമല്ലേ, നമ്മൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി ആശ്രയിക്കുമ്പോൾ. ഇവിടെ ചിലപ്പോൾ ഒരു 10 പടം ചെയ്യുന്നതിൻ്റെ പൈസ ഒറ്റയടിക്ക് കിട്ടില്ല. പൈസ ഇപ്പോൾ ഒരു
പടത്തിന് ഒരു 50 കോടി മ്യൂസിക് ചെയ്യാൻ തന്നാലും 5 ലക്ഷം മ്യൂസിക് ചെയ്യാൻ തന്നാലും നമ്മൾ പ്രവർത്തിക്കുന്ന ബ്രെയിൻ ഒന്നാണ്, ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഒന്നാണ്. നമ്മളൊരു പാട്ടിന് വേണ്ടി എത്ര രൂപ ചിലവാക്കാൻ പറ്റും അല്ലേ? അതിനൊരു ലിമിറ്റ് ഉണ്ട്. ബാക്കി എത്ര കിട്ടുന്നാലും ഇത്രയേ അതിന് പറ്റൂ. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ ഇന്നൊരു നേരം 50,000 രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനൊരു കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. നമുക്കൊരിക്കലും അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എത്ര പൈസ കിട്ടിയാലും നമുക്കൊരു പ്രോഡക്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റഡ് ഓഫ് ഇതുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം കൂടുതൽ കിട്ടുകയാണെങ്കിൽ. അപ്പൊ തെലുങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗുണമാണ്, സാമ്പത്തികപരമായിട്ട് ഗുണമുണ്ട്, വലിയ ഇൻഡസ്ട്രിയാണ്. അപ്പം അതിനനുസരിച്ച് കൂടുതൽ വലിയ പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഒബ്വിയസ്ലി എല്ലാത്തിലും സാമ്പത്തികമായിട്ട് ഗുണമുണ്ട്. നമ്മൾ അവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ പറഞ്ഞില്ലേ, ദുബായിൽ പോയിട്ട് പണിയെടുക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ താമസിച്ച് നമ്മുടെ കയ്യിലെ പൈസ പോണോ കയറി. പക്ഷെ ഇടയ്ക്ക് അവിടെ പോയിട്ട് ചൂണ്ടയിട്ടിട്ട് വന്നാൽ നല്ലതാണ്. അവിടെ പോയി ഒരു ക്ലാസ് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ജീവിതം 20,000 രൂപയ്ക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് ഇവിടെ താമസിക്കാൻ പറ്റും. അത് 20,000 രൂപയ്ക്ക് കൊച്ചിയിൽ കിട്ടുന്ന അപ്പാർട്ട്മെൻറ്റ് ദുബായി പോയാൽ അതേ സ്പേസിൽ താമസിച്ചാൽ എത്രയാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എല്ലാം ഇതിൽ കാൽക്കുലേറ്റഡ് ആണ്. തെലുങ്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും പറ്റുന്ന വലിയ സൗകര്യങ്ങൾ തരുന്നു, വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ തരുന്നു ബുക്ക് ചെയ്യാനായിട്ട്. ഞാനായിരിക്കും എന്തിനാ എത്ര അധികം പൈസയൊക്കെ ചിലവാക്കണവർ, നമുക്കൊരു ചെറിയ മുറി എന്നാൽ നമ്മളവിടെ നിന്ന് കമ്പോസ് ചെയ്തേ ഈ ഒരു പാട്ടുണ്ടാക്കാൻ എന്തിനും ഒരു ഇത്ര ചിലവാക്കുന്നത് നമുക്ക് തോന്നുന്നു. ആ പൈസ നമുക്ക് തന്നാൽ പോലെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാലോ, എന്തിനാ വലിയ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് പൈസകൾ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ സമയത്ത്, നിങ്ങളിവിടെ ഹോട്ടലിന് കൊടുക്കുന്ന ബില്ലില്ലേ, ഈ ബില്ലിന് അവിടെ ഞങ്ങളൊരു പടം ചെയ്യും. പക്ഷേ ഹിന്ദി ആദ്യം മുതൽ തന്നെ ഹിന്ദി ചെയ്തു തുടങ്ങുന്നു, തമിഴ് ചെയ്യുന്നു, തെലുങ്ക് ചെയ്യുന്നു. അപ്പം ഈ ഭാഷകളിലൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഈ ഒരു കുറച്ചുകൂടെ ബ്രോഡാക്കാൻ പറ്റും. നമ്മുടെ ഡിമാൻഡ്സും കൂടും അതിനനുസരിച്ച്. എൻ്റെ ബേസിക്കലി എനിക്ക് വരുന്ന മ്യൂസിക് എല്ലാം എനിക്കറിയില്ല, അത് എല്ലാ ഭാഷയിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്യൂൺസാണ് എനിക്ക് വരുന്നത്, എനിക്കറിയില്ല. അതേസമയം ഒത്തൻറ്റിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളൊരു മലയാളിത്തമുള്ള പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളിത്തമുള്ള പാട്ട്, ഇപ്പോൾ എന്നുള്ള പാട്ട് എനിക്ക് ഹിന്ദി ആക്കി നന്നായിരിക്കില്ല. അപ്പോൾ തേരെ തേരെ താരരി അത് നമുക്ക് ഹിന്ദി ആക്കാൻ പറ്റും, തെലുങ്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തെലുങ്കിൽ ചെയ്യുമ്പോൾ തെലുങ്കിൽ നേരെ ഒരു പടം കിട്ടിയ ഉടനെ ഞാൻ നേരെ പോയിട്ട് പടം ചെയ്യല്ലോ ഉണ്ടാകും. ഞാൻ അതിൻ്റെ പിന്നിൽ തെലുങ്ക് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് എൻ്റെ ഒരു പാട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തെലുങ്കിൽ എത്ര സിനിമകൾ അവർ കേട്ടിട്ടുണ്ട്, എത്ര സിനിമകൾ അവർ കണ്ടിട്ടുണ്ട്, ആളുകൾ ഏതൊക്കെ പടങ്ങൾ ഹിറ്റായിട്ടുള്ളതെന്നൊരു വലിയൊരു റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഫസ്റ്റ് പടം ചെയ്യുന്നത്. മല്ലി മല്ലി ഇതിരാണി റോസു എന്നാണ് ഞാൻ ആദ്യം ചെയ്ത സിനിമയുടെ പേര്. അതിൽ പാട്ടുകളെല്ലാം വൺ ഹിറ്റായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഹിറ്റ് സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരുപാട് സിനിമകൾ ഞാനവിടെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ കണക്കറിയില്ല, ഏകദേശം 10-40 സിനിമകൾക്കുള്ളിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡസ്ട്രിയിലോട്ട് നമ്മൾ ചെയ്യുമ്പം ഞാനൊരു ബിസിനസ് ആംഗിൾ കൂടിയാണ് ആലോചിക്കുന്നത്. നമുക്ക് ഒരു സാധനം നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അത് മാർക്കറ്റിൽ സെല്ലാവോ ഇല്ലെന്ന് പറയുന്നത് നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അവർക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ നമ്മളൊരു മലയാളത്തിൽ പുറത്തുനിന്ന് മ്യൂസിക് ഡയറക്ടർ എന്ന് ചെയ്യുമ്പോൾ ഫ്ലൂക്കിനൊരു ഹിറ്റ് അടിച്ച് പോകുന്നൊരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമുക്കിവിടെ പരിചയമില്ലാത്തൊരു സംഗീതം കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് ഹിറ്റായി മാറും, പിന്നെ മ്യൂസിക് ഡയറക്ടർ കാണത്തില്ല. അങ്ങനെ ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സ് ഇവിടെ വന്ന് ചെയ്തിട്ട് കാണാതെ പോയിട്ടുണ്ട്. ചിലർ ഇവിടെ തന്നെ സ്ഥിരപ്രതിഷ്ഠ സ്ഥാപിച്ചവരും ഉണ്ട്. സോ അങ്ങനെ ആയി പോരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ചെയ്യുമ്പം വൃത്തിക്കെല്ലാം മനസ്സിലാക്കി അവർക്ക് ഇഷ്ടം എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് അവരുടെ ഹിസ്റ്ററിയിൽ അവർ കേട്ടിട്ടുള്ളത്. നമുക്കൊരു ട്യൂൺ ഇഷ്ടപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുള്ള പല ട്യൂണുകളുടെ ഒരു റീകളക്റ്റീവ് മെമ്മറി കൂടി ചേർന്നിട്ടാണ് ഇതൊരു പുതിയൊരു സാധനം. നമുക്ക് പുതിയതായിട്ട് സാധനം കൊടുത്ത് അപ്പെടുത്ത് കളയും. എവിടെയോ കേട്ട് മറന്ന് എന്തോ നമ്മുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഒരു പുതിയ ടേസ്റ്റ് നമുക്ക് ആദ്യം രുചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, തുപ്പിക്കളെ. പക്ഷെ എന്തിനു പറയുന്നു, 1970s ഏതെങ്കിലും ഇവിടെ പാലക്കാടിലെ പൊപ്പന് കൊണ്ടിട്ടൊരു പിസ്സ ബർഗറോ എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് കൂട്ടാൻ ചട്നി സാമ്പാറും കിട്ടുമെന്ന് ചോദിക്കില്ലേ? എത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം പിസ്സ എന്താണ്, ബർഗർ എന്താണ്, KFC എന്ന് പറഞ്ഞ കാര്യം. ഇതൊരു ടേസ്റ്റാണ്, എല്ലാ രുചി രസന ഇതുപോലെയാണ്. അപ്പോൾ അവിടുത്തെ രുചികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് എന്താണ് അതിനനുസരിച്ച് നമ്മളൊന്ന് മോൾഡ് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓലഞ്ഞാലിക്കുരുവി ചെയ്യുമ്പോൾ അതിലേക്ക് വന്നു വാണിജ്യറാമിനെ കൊണ്ടുവരണമെങ്കിൽ പി ജയചന്ദ്രൻ സാറിനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് ബുദ്ധിപരമായി ചിന്തിച്ചൊരു പാട്ട് ഹിറ്റാക്കുകയാണ്. എന്റെ പൊന്നെ, ഹിറ്റാക്കാനൊന്നും ആർക്കും പറ്റില്ല. അയ്യോ, അങ്ങനെ അത് ഭയങ്കര ഒരു തോട്ടല്ലേ. അങ്ങനെ ഒരു പാട്ട് വെച്ചാൽ
ആ സമയത്ത് എങ്ങനെയായിരിക്കും റിസീവ് അങ്ങനെ ചെയ്യാൻ? ഹിറ്റാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഹിറ്റാക്കൂലേ? എല്ലാ പാട്ടും ഹിറ്റാക്കാൻ അങ്ങനെ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അത് ഹിറ്റായി. എന്നാൽ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ശ്രദ്ധയെ, അറ്റൻഷൻ അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റി. അത് നമ്മൾ അത് എത്തിക്കാനുള്ള കാരണമുണ്ട്. അതിനൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് നടക്കുന്ന 1983-ലാണ്. അതെ 1983 കാലഘട്ടങ്ങളിൽ കേട്ട് മറന്നൊരു പാട്ട് പോലെ തോന്നണം എന്നാണ് നമ്മുടെ ആദ്യത്തെ സംഭവം. അല്ലാണ്ട് ഒരു പുതിയ പാട്ട് 1983 കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. അപ്പോൾ 1983 കാലഘട്ടം 1980s കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കേട്ട് മറന്നിട്ടുള്ള സൗണ്ടിങ് 3 ഡിലേ, ഗ്യാപ്പ്, ചിറകുമായി തരരരി, ആ ഒരു പാറ്റേൺ, ബീജിയം, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടന്ന് കേട്ടുകൊണ്ടിരുന്ന സ്റ്റൈല്, അങ്ങനത്തെ കട്ടിങ്സ്, അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പ്, ടൂ ടൂ ഈ പുലരിയിൽ ഇങ്ങനെയല്ലേ പോകുന്നത്. അടിപൊളി. അങ്ങനെയൊക്കെ വരുന്നത് അതങ്ങനെ, അതൊക്കെ വേണം, അതൊക്കെ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് ആ കാലഘട്ടം ഓർമ്മപ്പെടുത്താനായിട്ട്. അപ്പോൾ ആ കാലഘട്ടം ഓർമ്മപ്പെടുത്താനുള്ള എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ ആദ്യം ഇവിടെയുള്ള പുതിയ സിംഗേഴ്സിനെ കൊണ്ട് ആസ് യൂഷ്വൽ നല്ലൊരു പാട്ട് പാടിക്കോളൂ, ഒരു സിംഗർ ഒന്ന് പാടി, രണ്ടാമതൊരു സിംഗർ ഒന്ന് പാടി, മൂന്നാമതൊരു സിംഗർ ഒന്ന് പാടി. അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് ഇഷ്ടമാവുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ട് ആ ഒരു പുതുമ തന്നെ കിട്ടുന്നത്. അപ്പം ആലോചിച്ചപ്പോഴാണ് എബ്രിഷൻ ആദ്യം ഈ കമ്പോസിഷൻ കേട്ടപ്പോൾ നമുക്ക് ദാസേട്ടനെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു വോയിസ് കൊണ്ട് പാടിക്കാം. അപ്പോൾ ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല. ഞാൻ പാടിച്ചു, കമ്പോസ് ചെയ്തു, പല പുതിയ സിംഗേഴ്സിനുണ്ട് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല, എന്തോ ഒരു ഗ്രിപ്പ്. ഓലഞ്ഞാലിക്കുരുവി എന്ന് പാടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ആ ഒരു പഴമ കിട്ടുന്നില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ജയേട്ടനെ കൊണ്ട് പാടിക്കാം, വാണിയമ്മനെ കൊണ്ട് പാടിക്കാം. ഇവരുടെ പ്രൊനൗൺസിയേഷനാണല്ലോ ഈ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ എന്തോ രസമാണ് കേൾക്കാൻ. ഇപ്പോൾ പലരും ഓലഞ്ഞാലിക്കുരുവി, പക്ഷെ ജയേട്ടൻ പാടുമ്പോൾ ഓലഞ്ഞാലിക്കുരുവി എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുമല്ലാതെ അനുകരിക്കാനും പറ്റില്ല. പറ്റില്ല. അത് അദ്ദേഹം തന്നെ വരണം. ലെജൻഡ്സ്. ദാസേട്ടനെ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ദാസേട്ടനെ പാടിയപ്പോൾ പുലിമലൊരു പാട്ട് ദാസേട്ടനെ ചിത്രിച്ചു. ദാസേട്ടൻ പാട്ട് ഇതൊക്കെ ഒരു പ്രൊനൗൺസിയേഷൻ. മലയാള ഭാഷയെ ഇത്ര സ്നേഹിച്ചിട്ടാന്ന് പറയും അവർ പാടുന്നത്. ഒരുപാട് സ്നേഹമാണ് അവർക്ക് ഭാഷയോട്. ഭാഷ ഭയങ്കര രസമാണ് അവർ പാടി കേൾക്കുമ്പോൾ. അത് ആ ഒരു ഇതിലാണ് എനിക്ക് വലിയൊരു ലെസണാണ് എനിക്ക് കിട്ടിയത്. എന്താണ് മലയാള ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ. ഒരുപാട് വയസ്സായ ആളുകൾ, കുറച്ച് പ്രായം ചെന്ന ആളുകൾ, അവർക്കൊക്കെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ആ പാട്ടിലൂടെ എന്നെ ഒരുപാട് പ്രായമുള്ള ആളൊക്കെ അറിയുന്നത്. തിയേറ്ററിൽ ഓളം ഉണ്ടാക്കിയ മറ്റൊരു പാട്ടാണ് മോഹമുന്തിരിയും വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടടപ്പയ്യ എന്നിട്ട് സിത്താരയുടെ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകളിൽ ഒന്നാണ്. സിതാരയോട് അതേ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ആഹാ 2 പ്രാവശ്യം പാടിപ്പിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ എങ്ങനെയാണ് വന്നത്? അത് കമ്പോസ് ചെയ്തതിനുള്ള കാര്യമാണ്. എൻ്റെ കമ്പോസിഷൻ എല്ലാം ഒന്നും ഇങ്ങനെ അറിയാതെ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഉണ്ടാക്കി തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പാടിക്കുകയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു കമ്പോസറാണ്. ഞാനിങ്ങനെ ചിരിച്ചിരിക്കുന്നുള്ളൂ. കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഐ എം വെരി സ്ട്രിക്റ്റ് അബൌട്ട് വാട്ട് ഷുഡ് ഹാപ്പൻ. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. തെറ്റായാലും ശരിയായാലും പാടിപ്പിക്കുന്ന സമയത്തായാലും ചിത്രം പാടിപ്പിക്കുമ്പോഴും മുൾമുനെ നിർത്തിക്കൊണ്ടാണ് പാടിപ്പിച്ചതെന്നാണ് എൻ്റെ ഒരു നിഗമനം. പാവം സിത്തു കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അതിഗംഭീര സിംഗറാണ് സിത്തു. പല രീതിയിൽ പാടും, എന്ത് വേണേ ആക്കാം. അങ്ങനെ ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. അതായത് ഒരു മ്യൂസിക് ഡയറക്ടറിന് ആർട്ടിസ്റ്റിനെ എന്ത് രീതിയിൽ വേണമെങ്കിൽ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് ആണ് സിത്തു. എല്ലാ റേഞ്ചും സിത്തു നല്ല കംഫർട്ടബിൾ ആണ്. എല്ലാ റേഞ്ചിലും സിത്തുവിൻ്റെ വോയിസ് നല്ല. പക്ഷേ ചിലപ്പോൾ ഐഡന്റിറ്റിയെ ബാധിക്കും. ഇത് ഇന്ന ആളാണ് പാടിയപ്പോൾ സിത്തു ഏത് പാട്ട് പാടിയാലും സിത്തുവിൻ്റെ പാട്ട് തിരിച്ചറിയും. അത് വളരെ റെയറായിട്ട് കിട്ടും. ഇപ്പോൾ സുനീതി ചൗഹാൻ, ശ്രേയ ഘോഷൽ, ഇവരൊക്കെ ഏത് റേഞ്ച് പാടിയാലും നമുക്ക് കിട്ടും. പക്ഷെ ചില വോയിസസ് നമുക്ക് വളരെ ഹൈ റേഞ്ച് മാത്രം പാടിക്കൊണ്ടിരുന്ന വോയിസ് നമുക്ക് ആരും മനസ്സിലാവില്ല. ഇവരൊക്കെ ലോ രജിസ്റ്റർ നല്ല സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സിംഗേഴ്സാണ്. അവർ ഭയങ്കര രസമാണ് അവർ വോയിസ് കേൾക്കാൻ. അപ്പോൾ സിത്തുവിനെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കുന്ന സമയത്ത് എനിക്കൊരു വെറുതെ ഒരു കമ്പോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഒരു പ്യുവർ ഗസൽ സോങ് അത് കമ്പോസ് ചെയ്യാം. ഞാൻ മോഹമുന്തിരി കമ്പോസ് ചെയ്തത്
ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർമോണിയം ഒരു തബലയും വെച്ചിട്ട് പറഞ്ഞു വിശ്വസിക്കില്ല. തര തരര തരര തീറ്റാ തര തരര തരര തീരെ തരരിരാരി തരടി തരരി തരരിരാരി തരടി തരരി തരരത്താര തരരിരാര തരരിരാര നാര ടെരി ടെരിരി ഉം. തരരാരരിരിരിരിരിരി തരരാരരിരി ടേരാറ്റാ. ഇങ്ങനെ കമ്പോസ് ചെയ്ത പാട്ടാ. അതാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഞാൻ എന്തൊക്കെ പ്യുവർ സോൾ ആയിട്ട് ഒരു ഒരു ഗസൽ പാട്ടുണ്ടാക്കി. ഉം. തരര തീരര തരരെ താരര തരരെ താരര തരതേ തരരെ താരര തരരെ തരരരരരെ തരരര തീരരരരരരെ തരരര താരേ തരര താര തരരെ താര തരരിരാരേ തരരിരാ. ഇങ്ങനെ ഒരു ഹാർമോണിയം തബലയും വെച്ച് ഉം. ചിന്ത ചിത്ത ചിത്ത ചിന്ത ചിന്ത തരിരി ഇങ്ങനെ കമ്പോസ് ചെയ്ത്. എന്നിട്ട് അപ്പം ഞാനൊരു കമ്പോസറാണ്. ഉം. അത് കഴിഞ്ഞ് ഞാൻ ഗോപിസുന്ദരനായിട്ടുള്ള ഒരു പ്രോഗ്രാമറായി മാറി. ആ കമ്പോസറിനെ എടുത്ത് ഹാർമോണിയം തബലയൊക്കെ എടുത്ത് കളഞ്ഞു. ഈ സാധനം എടുത്തു, സ്പീഡ് കൂട്ടി, പക്ക റീമിക്സ് ആയിട്ട് ഞാൻ ഓർക്കസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് വേണ്ട ആ നൊസ്റ്റാൾജിക് ഒരു ഗസൽ, ഒരു സാഡ് ഗസൽ കേൾക്കുന്ന ഒരു ഭാവം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉം. പ്യുവർ കമ്പ്. ഞാൻ വെറുതെ പാടിയപ്പോൾ എൻ്റെ സുഖം കേട്ടില്ലേ. ഉം. ഇത് ഞാനൊരു തബല ഹാർമോണിയം വെച്ച് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ഉസ്താദുകളും ഇരുന്നിട്ട് വാ ക്യാ അരെ വാ, വാ. എന്ത് നല്ല പാട്ട്, ആഹാ എന്താ അതിൻ്റെ ഭാവം. അതിനെ ഐറ്റം സോങ് ആക്കി മാറ്റി, അത്രേ ഉള്ളൂ. അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്തു. അതാണ് അവിടെ ഉണ്ടായത്. ഒരു സാധാരണ ഒരു ഒരു കമ്പോസിഷൻ, ഒരു ഭയങ്കര ഇമോഷണലായിട്ടൊരു കമ്പോസിഷൻ എടുത്തിട്ട് അതൊരു ഗസലായിട്ട് പാടുന്നൊരു പാട്ടെടുത്ത് നേരെ സ്പീഡ് കൂട്ടിയിട്ട് നേരെ അതിനൊരു റീമിക്സ് ഐറ്റത്തിൽ മാറ്റി അടിച്ചങ്ങ് കയറ്റി, അടിച്ച് പഴിപ്പിച്ച് സെറ്റപ്പാക്കി നിർത്തി, ഒരു കൊമ്പുമ്പോൾ പിടിച്ച് നിർത്തി കെട്ടി അതിൻ്റെ അറ്റത്ത് സണ്ണി ലിയോണെ തൂക്കിയിട്ട് അത് പറന്നു പോയി. അത് പറന്നുപോയി. നിങ്ങൾക്ക് കമേഴ്സ്യലൈസേഷനെ കുറിച്ച് ആദ്യമേ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. കാരണം ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ വീട് കാണുന്ന സമയത്ത് പഠിക്കാൻ ചെന്നതാ. ആ സമയത്ത് മനസ്സിലാക്കിയതാണ് ഇത്രയും വലിയ സംഗീതജ്ഞൻ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാനും ഭാവിയിൽ ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇങ്ങനെയാണല്ലോ ആയിപ്പോവുക എന്നൊരു തോന്നലുണ്ടാവുക. അതെ, അവിടെ നിന്ന് ആ തോട്ടിനെ വർക്ക് ചെയ്ത് കയറ്റുക, എന്നിട്ട് അത് കമേഴ്സ്യലൈസ് ചെയ്ത് കറക്റ്റ് എവിടെയാണോ പിച്ച് ചെയ്യേണ്ടത് ആ പിച്ചിൽ കറക്റ്റായിട്ട് വീഴുകയാണ്. അതൊരു വലിയ അനുഭവമില്ലേ ആ വീട് കണ്ട? ഞാനന്ന് പണ്ട് എൻ്റെ ഗുരുനാഥനെ ഫോളോ ചെയ്തു. വാദ്യവിശാരദ, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ വലിയൊരു സംഗീതജ്ഞനാണ്. അദ്ദേഹം ഒരു ഗഞ്ചിറ പ്ലെയറാണ്, വേൾഡ് ഫേമസ് ഗഞ്ചിറ പ്ലെയർ. അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അന്ന് എനിക്ക് വയസ്സ് 17. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ആകെ ഇടിഞ്ഞു പൊടിഞ്ഞൊരു വീട്, ഭക്ഷണം വയ്ക്കുന്ന സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര മോശം അവസ്ഥ. ഞാൻ വിചാരിച്ചു ദൈവമേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഗുരുവിനെ കണ്ട് കാലിലൊക്കെ നമസ്കരിച്ച് ഒരു ക്ലാസ്സൊക്കെ ഡിസ്കസ് ചെയ്ത് ഞാൻ പോന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഞാൻ ഈ വഴി പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് ഇതുപോലെ ആവുമോ എന്നുള്ള ചിന്ത ഓരോരുത്തരുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റാണ്. അത് ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ കാര്യം. അത് ജീവിതത്തിൽ ഓരോ ഘട്ടം എത്തുമ്പോഴും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് തോന്നും ഒരു ടി ജംഗ്ഷൻ എത്തുമ്പോൾ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ സമയത്ത് ബോൾഡായിട്ട് ഞാൻ ലെഫ്റ്റോ റൈറ്റ് എന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതെ അതെ അതെ. നമുക്ക് ആ സമയത്ത് തോന്നും. ആ തോന്നുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യാതെ നമ്മളുടെ വിഷൻ മാത്രം നോക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി നല്ല പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് പേര് ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കും. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ് എഴുതിയെടുത്തപ്പോഴാണ്? ഇല്ല എഴുതിയിട്ടില്ല. ഫെയിലാണ്. ഫെയിലാണ് പ്രൗഡ്ലി ഫെയിലാണ്. അപ്പം പിന്നെ മ്യൂസിക് കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ഗവൺമെന്റ് മ്യൂസിക് കോളേജിന് SSLC വേണ്ട. ഓ SSLC വേണ്ട. ആ ഞാൻ വിചാരിച്ചു പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്ത് ഹൈസ്കൂൾ എത്തിയാൽ മതി. ഓ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. മ്യൂസിക് കോളേജിൽ കംപ്ലീറ്റ് ചെയ്തില്ല. അതും കംപ്ലീറ്റ് ചെയ്തു. ഇത് കണ്ടതോടുകൂടി ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി. ഈ തീരുമാനം എടുക്കുമ്പോൾ ആ വഴി സഞ്ചരിച്ച പ്രശ്നമെന്ന് അറിഞ്ഞ് ഞാൻ അടുത്ത ദിവസം കോളേജിലൊരു കച്ചേരി വായിച്ചു. മൃദംഗം പ്ലെയർ, ഞാൻ മൃദംഗിസ്റ്റാണ്, തബലയും വായിക്കും. അന്ന് മൃദംഗം ഓഗസ്റ്റ് 15 ഒരു കച്ചേരി ഉണ്ടായിരുന്നു കോളേജിൽ ഓഡിറ്റോറിയത്തിൽ. ആ കച്ചേരി വായിച്ച് ഞാൻ മൃദംഗമായിട്ട് ഇറങ്ങിയത്. പിന്നെ കോളേജിൽ കയറിയിട്ടില്ല. ഓ അതിൻ്റെ തലേ ദിവസമാണ് സാറിൻ്റെ വീട്ടിൽ പോകുന്നത്.
സോ ഡിസിഷൻസ് ആർ മെയ്ഡ് വെരി ഫാസ്റ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരിക്കലും സമയം കളഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് ഹീറോയിസ് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ പക്ഷെ ഒരു പ്രശ്നം കൂടെ ഉള്ളത് ഹീറോയിസ് ആയിട്ട് അഭിനയിച്ചല്ല കേട്ടോ, ഹീറോയിസ് ആയിട്ട് അവതരിപ്പിച്ചതല്ല. അതിന് കാരണമുണ്ട്. നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണമുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ മാർക്ക് കുറഞ്ഞു എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു. മനസ്സിന് ഒരു ബലമില്ലാത്ത ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കേൾക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ ഒരു നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ SSLC ഫെയിലാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇൻസ്പിറേഷനായിട്ട് ഇട്ടാണ്. നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ SSLC പാസ്സാവണം നിർബന്ധമൊന്നുമില്ല എന്നാണ് ഞാനുള്ള ഉദ്ദേശിച്ചത്. അതിൻ്റെ എല്ലാവരും പഠിക്കാതെ എന്നെ പോലെ ആണെന്നല്ല പറഞ്ഞത്. ഇല്ല, ഉദ്ദേശിക്കുന്നത് ഇതാണ്. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതെ. ഈ പലപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ പിടിച്ചിട്ട് കോളത്തിലാക്കാൻ ശ്രമിക്കും. പക്ഷെ ആ കോളത്തിൽ നിന്ന് ഞാൻ പെടില്ലെന്നും എൻ്റെ ജീവിതമാണെന്നും എൻ്റെ സ്വസ്ഥതയാണെന്നും വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും വൃത്തിയായിട്ട് തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് പറച്ചിലിനപ്പുറത്തേക്ക് ഇത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ഒരു പ്രവർത്തിക്കുകയാണ്, കാണിക്കുന്നില്ല. നമ്മൾ കണ്ടുപോകുന്നുള്ളത്. നോക്കണ്ടൊക്കെ നോക്കാൻ പോകേണ്ടവർക്ക് പോവാം. കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം ചെയ്യും, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് പോവുക. ബുദ്ധിമുട്ടുള്ളവർ അവർ പറയും നമുക്ക് എന്താണ് വേണ്ടത്. നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മൾ റോഡോട് വണ്ടി ഓടിക്കുന്നു, നമ്മൾ സൈഡിലിരിക്കുന്ന അങ്ങോട്ട് വളഞ്ഞ് എന്തിരിച്ച് ഓടിക്കില്ല, നമ്മൾ നേരെയല്ലേ പോകുന്നത്. അതെ, നിയമം പാലിച്ചുകൊണ്ടല്ലേ പോകുന്നത്. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നുള്ളതുകൊണ്ടാ. നിയമം പാലിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതെ, നമ്മൾ സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുക. അതേപോലെ തിരിച്ചവർ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞാലും നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ ഇതൊരു പ്രശ്നമല്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരാളൊന്ന് ചോദ്യം ചോദിച്ചാൽ അത് പ്രശ്നമായില്ലേ. അവിടെ നമ്മൾ വെറുതെ ഇരിക്കില്ല. അതേസമയം പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താ, മൊബൈൽ ഓഫ് ചെയ്താൽ തീരാന്ന് പ്രശ്നമുള്ളൂ. അല്ല, നമുക്ക് മൊബൈൽ സൈലന്റ് മോഡിലിട്ട് അത് നോക്കണ്ടെന്ന് വെച്ചാൽ മതി. നമ്മുടെ വിഷൻ മാറുന്നില്ല, നമ്മൾ ആർക്കും വേണ്ടി ഒന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. ജീവിച്ചവരിക്കും ജീവിതം മരണം വരെ എന്തായാലും റിഗ്രറ്റ് ചെയ്യരുത്. ഇപ്പം ലൈഫ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ലൈഫ് ഇസ് ജസ്റ്റ് ടുഡേ ആൻഡ് ടുമോറോ. മറ്റന്നാളത്തെ കാര്യമല്ലേക്കാറില്ല. അതെ, ഇന്ന് ഉറങ്ങാൻ പോകുമ്പോൾ സന്തോഷമായിട്ട് എടുക്കും, അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഈ കിട്ടുന്ന പൈസയൊക്കെ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം. ചിലപ്പോൾ ചിലരെയൊക്കെ ഉപദേശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. അല്ല, അതെന്താ അറിയാമോ, നമുക്ക് നാളെ ഇപ്പോൾ നമുക്കൊരു യാത്ര, എനിക്കിപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് എനിക്ക് ആംസ്റ്റർഡാം പോകണം തോന്നി, അല്ലെങ്കിൽ പാരീസിൽ പോകണം തോന്നി. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റണ്ടേ? ആ സമയത്ത് നമ്മൾ തെണ്ടി നടക്കാൻ പറ്റും. കാശ് വേണം. അതിനാണ് പൈസ, നാളത്തേക്കുള്ള പൈസ നമ്മൾ സംരക്ഷിച്ച് വെക്കണം. സംരക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാം. നമ്മുടെ കാലശേഷം എന്തെങ്കിലും ചെയ്യട്ടെ, കുഴപ്പമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അത് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ്. അത് നാളെ വരെയുള്ള ഒരു പ്ലാനേ ഉള്ളൂ, മറ്റന്നാളത്തേക്കില്ല. അത് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഉണ്ടാക്കിയില്ലെങ്കിൽ തെണ്ടി അടക്കാം, അത്രേ ഉള്ളൂ. ഇനി ഒരു ട്രോള് കാണിക്കാം. ട്രോളുകൾ ഭയങ്കര രസമാണ്. ഈ ട്രോള് കണ്ടായിരുന്നോ എന്ന് എനിക്കറിഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ആക്ഷനൊക്കെ ഭയങ്കര രസമാണ്. അയാൾ പോയി ശ്രേയാജിക്കാണ് ഒരു 3-4 പേപ്പർ കൊടുത്തത്. ശ്രീമാറേട്ടന് ചെറിയൊരു സാധനം. അത് വെണ്ണിലവേ ഒരു ഹിറ്റ് പാട്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ അത്രയൊക്കെ മതി എന്നുള്ളത് എങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നത്? അവിടെ അങ്ങനെ ഒരു മെയിൽ ഉണ്ടായിരുന്നില്ല. ആന്റണി പെരുമ്പാവൂർ പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ലാലേട്ടനെ കൊണ്ടൊരു ഒരു ലിപ്പ് വേണം എന്നുള്ളൊരു ഒരു അഭിപ്രായം വന്നു. അപ്പോൾ അമല് പറഞ്ഞു ഓക്കെ നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നാൽ ശരി, ഇതിൽ ഏത് വരി എവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ അമലിന് ഫുൾ ലിപ്പൊന്നും കൊടുക്കാം. മെയിലിൽ സാഗറിൽ ജാക്കി എന്നുള്ളൊരു അത്രയും ഭയങ്കര ടെറായിട്ട് ഒരാൾ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ കൂടെ പാട്ട് പാടണ്ടെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. സെൻസിബിലിറ്റി, ഓരോരുത്തരുടെ സെൻസിബിലിറ്റി ഓരോ രീതിയിലാണ്. അപ്പോൾ അതുപോലെ വരുമ്പോൾ അവർക്ക് അത് തോന്നിയിട്ടുണ്ടാവും. ആസ് എ മ്യൂസിക് കമ്പോസർ എൻ്റെ അടുത്ത് പറഞ്ഞ് എവിടെ നമുക്ക് ലാലേട്ടനൊരു ലിപ്പ് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഏരിയ ഉണ്ട്, അതൊരു ലോ രജിസ്റ്റർ ഏരിയ ആണ്, ലോ രജിസ്റ്ററിൽ പറയുന്നത്. അവിടെ ഒരു മെയിൽ വന്നാൽ അവിടെയാണ് സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞപ്പം പിന്നെ അത് മെയിലാക്കാം എന്നുള്ളതായിരുന്നു. പിന്നെ ആരെ കൊണ്ട് പാടിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. 2 വരിയുള്ളൂ പാടാം. പക്ഷേ ലാലേട്ടൻ ലിപ്പ് കൊടുക്കുമ്പോഴൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത്രയും കാലം കേട്ട് ലാലേട്ടൻ പാടുവാണെങ്കിൽ അതിന് ഏറ്റവും സൂട്ടായിട്ടുള്ള വോയിസ് എനിക്ക് തോന്നുന്നത് MG ആറിൻ്റെ. അങ്ങനെ ആണ് MG ആറിനെ വിളിക്കുന്നു. പക്ഷേ 2 വരിയാണെങ്കിലും സന്തോഷമായിട്ട് പാടിപ്പോയി, കുഴപ്പമൊന്നുമില്ലേ, ഹാപ്പി ആയിട്ട് പോയി. അതെന്തോ എന്നെ പാടിത്തരില്ല, സെറ്റ്. അങ്ങനെ അത് അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്തോ ഭയങ്കര MG ആറിന് നീ എടുത്തിട്ട് പോടാ
അത് നല്ല ക്രിയേഷൻ ആണ്. അതെ അതെ ദ റിയാലിറ്റീസ് ഒന്ന് ഹാപ്പിയായിട്ട് പാടിയിട്ട് പോയി. Happy. ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കും, ചില സിനിമകളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. Okay, okay. അല്ല ഇപ്പൊ സിറ്റുവേഷൻ അല്ലേ. ആഘോഷ പാട്ടുകളിൽ ഒരെണ്ണമാണ് ഈ കള്ളിപ്പെണ്ണെ കൺകദളി തേനെ എന്ന് പറയുന്ന പാട്ട്. കള്ളിപ്പെണ്ണെ അതിൽ രാജീവ് ആലുങ്കലിനെ ശരിക്കും എഴുതാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് തെലുങ്ക് റീമേക്ക് ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു പാക്കേജ് ആണ്. എനിക്കത് കണ്ടപ്പോൾ തോന്നി ഇത് തെലുങ്ക് ഇങ്ങനെയുള്ള സോങ്സ് ഉണ്ടാവുമല്ലോ എന്നുള്ളത്, ഇങ്ങനെ ഒരു ഋതത്തില്. അതൊരു പക്ക മാസ് പാട്ടാണ്. പക്ക പ്യൂർ മാസ് എന്ന് പറയില്ലേ. ചിലത് നമ്മൾ മാസ് എന്ന് പറയും, ചിലത് പ്യൂർ മാസ്, മരണ മാസ്, അങ്ങനെയുള്ളൊരു പാട്ടാണ്. ഈ പറഞ്ഞത് ശങ്കർജി പാടുന്നു, റിമി ടോമി പാടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ദിലീപേട്ടൻ ഫാക്ടർ അതിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആ സമയത്ത് അങ്ങനെ ഒരു ഹിറ്റ് ഫോർമുല പിടിച്ച് ചെയ്തൊരു പാട്ടാണ്. മ്യൂസിക്കലി നല്ലൊരു പാട്ട്. ശങ്കർജി അതിഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്, ഇടിപൊളിയാണ്. പിന്നെ ചേട്ടൻ ചോദിച്ച ചോദ്യം വേണമെങ്കിൽ പറയാം, അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ലൈക്ക് തൃശ്ശൂർ ഉള്ള പാട്ടല്ലേ വാസുവേട്ട്, തൃശ്ശൂർക്ക് വേണ്ടിയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തിനുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും, കോഴിക്കോട് വേണ്ടി ഞാൻ പാട്ടുണ്ട്, കൽബിലി തേനൊഴുകണ കോഴിക്കോട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു കമ്പോസിഷൻ ചെയ്യുന്നത് ഒരു നമ്മൾ വർത്താനം പറയുന്ന സ്ലാങ്ങിലൊരു പാട്ട് ചെയ്തു. അതെനിക്ക് ഭയങ്കര പുതുമയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാളിപ്പോൾ തൃശ്ശൂർക്കാർ സംസാരിക്കുകയാണ്, ഓക്കെ, എൻ്റെ അച്ഛൻ്റെ ഞങ്ങളുടെ തറവാട് തൃശ്ശൂരാണ്, അപ്പോൾ എനിക്ക് സ്ലാങ് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ കമ്പോസ് ചെയ്ത് ഒരാൾ എന്തുണ്ടാക്കണ എന്തുട്ടത് എന്തുണ്ടാക്കണ എന്തുട്ടത് ആ മുട്ട പൊട്ടി എപ്പോഴോ പൊന്തി എന്തുട്ട ചെയ്യാക്കി എപ്പോഴോ. ഇതാണ് എൻ്റെ ട്യൂൺ. അത് ചെറുതായിട്ടൊന്ന് എന്തുണ്ടാക്കടാ എന്തുട്ടത് എന്തുണ്ടാക്കടാ എന്തുട്ടത് ആ മുട്ട പൊട്ടി മേപ്പെട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി ഇപ്പോട്ടാ വന്നു എന്തുണ്ടാക്കടാ എന്തുട്ടത്. ഞാൻ തന്നെ എഴുതി. പറയുന്ന വാക്ക് തന്നെയാണ് ട്യൂൺ. തൃശ്ശൂർക്കാർക്ക് ഒരു ട്യൂണുണ്ട്. ഒരു ഡാ എന്നുള്ള വാക്ക് തന്നെ പല സ്ലാങ്ങിൽ പറയുമ്പോൾ പല അർത്ഥം തോന്നുന്ന ഒരേ വാക്കിന് പല ഇമോഷൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് തൃശ്ശൂർ സ്ലാങ്. നമ്മൾ ഇന്നസെൻ്റെക്കെ അറിയാമല്ലോ. ഡാ ഡാ എന്ന് പറഞ്ഞാൽ പല പല ഡാ ഉണ്ട്. ഒരു ഡാ പല പല ഡാ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആ ട്യൂൺ അങ്ങനെയുണ്ട്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തൊരു പാട്ടാണ്. ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത് എപ്പോഴാ? എൻ്റെ എല്ലാ പാട്ടുകളും ഞാൻ തന്നെയാണ് ആദ്യം പാടുന്നത്. അതെന്താ വെച്ചാൽ ഞാനേ പാടുള്ളൂ, ഞാനേ പാടുള്ളൂ, വേറെ വഴിയില്ല. കമ്പോസ് ചെയ്യുമ്പോൾ ഞാനല്ലേ പാടുന്നത്. അപ്പം ഞാൻ പാടുമ്പോൾ സംടൈംസ് ഞാൻ പാടിയ നന്നായിരിക്കും എന്നുള്ളൊരു മ്യൂസിക് കമ്പോസർ എന്നുള്ള എൻ്റെ ഉള്ളിലുള്ള മ്യൂസിക് കമ്പോസർക്ക് തോന്നുകയാണ് ഇത് ഞാൻ പാടിയ നന്നാവെന്ന് തോന്നുന്ന പാട്ടുകളൊക്കെ ഞാൻ വെക്കത്തുള്ളൂ. അതേസമയം എനിക്ക് ഞാൻ പാടിയ നന്നാവില്ല, എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഒരു ഫീൽ കിട്ടുന്ന ഏത് വേറെ സിംഗേഴ്സിനാണ് നമ്മൾ ഉപയോഗിക്കും. കൂടുതലും ഞാൻ പാടാതിരിക്കാനാണ് ശ്രമിക്കുക. ഞാൻ മാറി നിൽക്കുക, ആസ് എ കമ്പോസർ ഞാൻ മാറി നിൽക്കും. എന്നിട്ട് ഞാൻ ആലോചിക്കും ഇങ്ങനെ, ഇതിപ്പോൾ ഞാൻ പാടിയതിനേക്കാളും നന്നായിട്ട് വേറെ ആൾക്ക് ഇത് പാടിയ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നില്ല, ഞാൻ കൊടുക്കുന്ന ടിഞ്ച് എന്നെ വേണം എനിക്ക് തോന്നുന്ന പാട്ടുകൾ മാത്രമേ ഞാൻ. ഇപ്പോൾ പിന്നെയും കാണുമ്പോൾ ഞാൻ മൈക്കിൻ്റെ ഉള്ളിൽ കയറി പാടിയിരിക്കുന്നു. ഈ ബന്ധത്തിൻ ബലമായി നീ അറിയാതെ അലിഞ്ഞു നീ എന്നെഞ്ചിൽ അറിയാതെ ചേർന്നു നീ. ഇത് ഞാനാ പാടിയിരിക്കുന്നു. അപ്പോൾ അത് ഇതുപോലെ പാടാൻ വേറെ ആർക്കും എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല, ആ ടൈം ഫ്രെയിമിനുള്ളിൽ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ തന്നെ പാടില്ല നല്ലതുണ്ട്, അത് വെച്ചതാണ്. ഞാൻ തന്നെ പാടി അങ്ങ് പാടിപ്പോയത്. എനിക്ക് വേണ്ട ഫീലിംഗ് ഞാൻ പാടിയിട്ടു. ആ സമയത്ത് ആ കൊടുക്കേണ്ട ടൈം ഫ്രെയിമിനുള്ളിൽ എനിക്ക് ഡെലിവറി ചെയ്യേണ്ട ടൈം ഫ്രെയിമിനുള്ളിൽ എനിക്ക് വേറെ സിംഗർ കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് ആ പാട്ട് അങ്ങനെ ഇറങ്ങുന്നത്. ഇപ്പൊ കണ്ണും ചിമ്മി കാണും കവാണി ബാംഗ്ലൂർ ഞാൻ പാടിയ പാട്ട്, അത് ഞാൻ പാടിയ പാട്ട്. അതുപോലെ തിത്ലി ആ പാട്ട് ശേഖരനോട്ട് ഞാൻ തന്നെ ഓർക്കസ്ട്രേഷൻ ഞാൻ തന്നെ പാടിയ പാട്ട്. അത് അവർ എൻ്റെ വോയിസ് എടുത്തുകൊണ്ട് പോയി ട്രാക്ക് പോലെ പാടിച്ചാണ് അത് ഫൈനലായി. ഷാരൂഖ് ഖാനാണ് ഡിപ്പ് ചെയ്യുന്നത് ചെന്നൈ എക്സ്പ്രസ്. ഇതെല്ലാം സംഭവിക്കുന്നതാണ്, നമുക്കറിയില്ല. അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോയി. ഔസഫ് സണ്ണുണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അത് ഭൂമി പ്രപഞ്ചങ്ങളെ മതം പുലരുമ്പം മുരുട്ട് ആ പാട്ടിലാണ് ആദ്യമായിട്ട്. അന്ന് ഞാൻ വളരെ കൊച്ചാ, എൻ്റെ വോയിസൊക്കെ തിൻ വോയിസ് ഇറങ്ങി. എനിക്കിപ്പോൾ 18 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാൻ പോവുകയാണ്. 2 വരി പാടിപ്പിച്ച് ഇന്ന് മ്യൂസിക് ഡയറക്ടർ കഴിവ് തെളിയിക്കും. മ്യൂസിക് ഡയറക്ടറാണ് കഴിവ് തെളിയിക്കും. അതെ അതെ, എനിക്ക് പിന്നെ
കഴിവില്ലല്ലോ, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ. ഓ ഓക്കെ ഞങ്ങൾ ബാത്റൂം സിംഗേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയാണ് ഞാൻ. ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഇത് പുറത്ത് പാടാൻ അറിയില്ല. ആ. പക്ഷേ ഏറ്റവും വലിയ ആരാധകരെന്ന് പറയുന്നത് ഞങ്ങളാണ്. ഓക്കെ അപ്പോൾ ആരാധകർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ പ്രതിനിധിയായിട്ട് പാടുന്നു എന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പാടുന്ന ട്യൂൺ പാടിത്തരും. ആ. തനനാ നനനനനനാ നനനനനനാ നനനനനനാ. പഠിക്കോ? തനനാ നനനനനനാ നനനനനനാ നനനനനനാ. അതിനെ 2 പ്രാവശ്യം പഠിക്കോളൂ. ആ. തനനാ നനനനനനാ 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 നനനനനനാ. നനനനനനാ. ഓക്കെ, ഉം. അടുത്ത വരി. ഉം. തനനാന തനനാ. തനനാന തനനാ. ഓക്കെ, ഇപ്പൊ ഞാൻ 2 ഫ്രേസ് ഒരുമിച്ച് പാടാം. ആ. തനനാന തനനാ തനനാന തനനാ തനനാന തനനാ നാനാ. പഠിക്കൂ. തനനന തനനാ ആ. തനനന തനനാ ആ. തനനന തനനാ നാനാ. നാനാ. ഓക്കെ, തനനാന തന തനനാന തന തനനാ തന തനനാ. പഠിക്കോ? തനനാന തന തനനാന തന തനനാന തന തനനാ. പെർഫെക്റ്റ്, അടിപൊളി. ഉം. ഇപ്പൊ പാടിയത് ഉം. ഉടുമ്പുഞ്ഞോല വിഷം എന്ന് പറഞ്ഞ പടത്തില് ബാസി പാടാൻ പോകുന്ന പാട്ടിന്റെ ട്യൂണാണ് നിങ്ങളിപ്പോ പാടിയത്. ഓ അത് പൊളി. അപ്പൊ ഇത് പുറത്തു വന്നിട്ടില്ല? ഇല്ല, ഓ കുഴപ്പമില്ല, ലിറിക്കില്ലല്ലോ. ആ അതുകൊണ്ട് ഇപ്പൊ ട്യൂൺ മാത്രം. അടിപൊളി. അപ്പൊ ഈ ട്യൂൺ ആരും മോഷ്ടിക്കരുത്. മോഷ്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ വേറെ ട്യൂൺ കിട്ടും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്യൂണിന് നന്നായി പാടുന്നുണ്ട്. ഗ്രേറ്റ്. അത് ചുമ്മാ കളി പറഞ്ഞതാണ്. എനിക്കൊരു വരി പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതെന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞു തരണം. ഉം. എനിക്ക് പറ്റാത്ത കാര്യമാണ്, പക്ഷെ ആഗ്രഹം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഉം. അപ്പോൾ എല്ലാവരും ട്രോളാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ ക്രിയേറ്ററുടെ മുമ്പിലല്ലേ ഞാനിരിക്കണം എന്നുള്ള കോൺഫിഡൻസ് ഉം. എനിക്കുണ്ട്. ഉം. ഹാർട്ട് ബീറ്റ് കൂടി ഉം. ശരിയാക്കട്ടെ. റിലാക്സ്. ഓരോ ആ. നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. ഓക്കെ, ഇത് താളത്തിലായാൽ മതി. ആ. ഇപ്പൊ പാടിയതിലുള്ള ഫ്രേസ് എല്ലാം ഉണ്ട്. ആ. ഇതൊന്ന് താളത്തിലാക്കണം. ഉം. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. ഓരോ ഉം. നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ നിമിഷ ചഷകത്തിൽ ചഷകത്തിന് ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ്. ആ ഗ്യാപ്പ് നമുക്ക് തോന്നിയ രീതിയിൽ ഗ്യാപ്പ് എടുക്കാൻ പറ്റത്തില്ല. ഉം. അതിനൊരു താളമുണ്ട്. ആ. അതിന്റെ ഉള്ളിലോട്ട് ഇത് കൊണ്ടുവരണം. അതാണ് ജോലി. അതാണ് ടാസ്ക്. അതാണ് ഗോപിച്ചേട്ടൻ ടാസ്ക്. അതാണ് ടാസ്ക്. ഉം. ഓക്കെ, അത് നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ടാസ്ക്. ടാസ്ക് അതാണ്. ഒന്നുകൂടി പാടി. ഇത് പാടാൻ തോന്നുന്നു പോകുന്നില്ല. ആ. ഇതിപ്പോ എനിക്കുള്ള അപ്പൊ ടാസ്ക്. ടാസ്ക്. ഓരോ ഉം. നിമിഷ ചഷകം സ്മൃതികളാൽ പെർഫെക്റ്റ്. നിറയുമിവിടെ. സ്മൃതികളാൽ വൺ നിറയുമിവിടെ. ആ ഗ്യാപ്പ് ഉണ്ട്. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. പെർഫെക്റ്റ്. ഇപ്പൊ ഇതില് ഭാവം അതിഗംഭീരമായിട്ടുണ്ട്. ആ. നന്നായിട്ടുണ്ട്. താളമില്ല. താളം മാത്രം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇതിപ്പോ കൊണ്ടുപോയി ഒരു എപ്പിസോഡ് പോകുന്നത്. ക്ലാസ്. നന്ദിയുണ്ട് രാജാവേ, നന്ദി. അപ്പോ ഇത്രയും സഹകരിച്ചത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. Thank you. ഇങ്ങനെ സഹകരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് ഇന്റർവ്യൂ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഇത് മാത്രമല്ല, നിങ്ങൾ പാടുന്ന നിങ്ങളുടെ സൗണ്ട് രസമുണ്ട്, ഭാവം അറിയാം. സീരിയസ് ആയിട്ട് പറഞ്ഞ യു നോ ദ ഇമോഷൻസ് കറക്റ്റ്ലി. അതൊരു വലിയ കാര്യമാണ്. എല്ലാവരും കൊണ്ട് പാട്ട് പഠിക്കുന്ന പറഞ്ഞില്ലേ, ഈ പാട്ട് പഠിക്കുന്നവർ വെറുതെ പാടുന്നതല്ല, അവർ ഭാവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. താളത്തിന്റെ കറക്ഷൻ വന്നു, കുറച്ച് ശ്രുതിയുടെ പ്രശ്നങ്ങളൊക്കെ വരാം, പക്ഷെ എന്നാലും ശ്രുതി നന്നായിട്ട് പാടി. ഇതൊക്കെ കമ്പ്യൂട്ടറിന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു സോഫ്റ്റ്വെയറിന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യമാണ് ഭാവം. അതുണ്ടായാൽ മതി. അത് നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ട്. ഒടുവിൽ പരിപാടി വിജയിച്ചു, നമ്മൾ അറിഞ്ഞില്ല. സക്സസ്. ബാത്റൂം സിംഗേഴ്സിന് എന്തായാലും അഭിമാനിക്കാം. നിങ്ങൾ തുടർന്ന് പാടിക്കും. നമ്മളാണ് യഥാർത്ഥ ആരാധകർ. അപ്പോൾ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇപ്പോഴും ഞാൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, തുടരുന്ന പാട്ടുകളാണ്. ചില പാട്ടുകളൊക്കെ ഇപ്പോൾ വിദ്യാജിയുടെ ചില പാട്ടുകളൊക്കെ നമ്മൾ തലക്കകത്തുണ്ട്, അതൊരിക്കലും നമ്മൾ മിസ് ചെയ്യില്ല. അയ്യോ, അത് അഡിക്ഷൻ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് അഡിക്ഷൻ. വേർഷൻ പോലും അതുപോലെ ഇരിക്കുന്നൊരു അത് ആ ഒരു സുഖമല്ലേ, അത് നമ്മൾ കേട്ടോണ്ടിരിക്കും. അതുപോലെയാണ് ഒരു മെഴുതിരിയുടെ എനിക്ക് കോമൺ ഓഡിയൻസ്. അടിപൊളിയാണ്. അപ്പം ഇനിയും അതേപോലുള്ള
1000 പാട്ടുകൾ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഉം. അപ്പോൾ നമ്മളതൊക്കെ ആവർത്തിച്ച് രാത്രികളിൽ കേൾക്കും. അതെ, തീർച്ചയായും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ, നല്ല നല്ല മലയാള സിനിമകൾ ഉണ്ടാവട്ടെ. നന്ദിയോട് സംസാരിച്ചതിൽ ഉം. താങ്ക് യു. ഔസഫിൻ സാറ് എന്നെ പറയുന്നുണ്ടായിരുന്നില്ല ഇന്റർവ്യൂവിൽ, ആ ജനീഷ് ആള് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഞാനും വളരെ കംഫർട്ടബിൾ ആണ്. ഒരുപാട് സന്തോഷം. ഇതിങ്ങനെ തുടരട്ടെ, ഒരുപാട് ഇന്റർവ്യൂകൾ വരട്ടെ, ഇങ്ങനെ വളരെ ഡീസൻ്റ് ആയിട്ട് എന്താ പറയുക, വളരെ എന്താ പറയുക, കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ്. ഉം, ഉം, ഞാൻ തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഏകദേശം 2.5 വർഷം 3 വർഷത്തോളമായി ഉം. ഇന്റർവ്യൂ കൊടുത്ത്. അപ്പോൾ ആ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ, പണ്ടത്തെ കാലങ്ങളിൽ ഇന്റർവ്യൂ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അച്ചീവ്മെൻറ്റ് പോലെയായിരുന്നു. ഉം. ഇപ്പോൾ ദൂരദർശൻ നമുക്കൊരു ഇന്റർവ്യൂ വരുമ്പോൾ, അച്ഛൻ പറയും മോൻ്റെ ഇന്റർവ്യൂ ഉണ്ട് ഒന്ന് കാണണം, അങ്ങനെ. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അതിൻ്റെ വാല്യൂ എന്തൊക്കെയോ കുറഞ്ഞ പോലെ തോന്നുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ചില ഇൻ്റർവ്യൂകൾ നിങ്ങളെപ്പോലുള്ള കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് മ്യൂസിക്കിനെ സ്നേഹിച്ച്, അല്ലെങ്കിൽ ഏത് വിഷയമാണോ കൈകാര്യം ചെയ്യുന്നത് അതിനെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് നന്ദി. ഓ താങ്ക് യു. കോംപ്ലിമെൻ്റ് കിട്ടി. Thank you.